ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ വാലന്റൈൻസ് ഡേ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കളർ പേപ്പറാണ്. അപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ഹോം മെയ്ഡ് കളർ പേപ്പറിൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒരു കളർ പേപ്പർ റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു റൗണ്ടിലുള്ള ഒരു ബോട്ടിൽ ആവശ്യമുണ്ട്. അപ്പോൾ കളർ പേപ്പറും റൗണ്ട് കളറിലുള്ള ഒരു ബോട്ടിലുമാണ് കേട്ടോ നമുക്ക് ആവശ്യം. അപ്പോൾ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല, ഒരു റൗണ്ട് ഷേപ്പ് വേണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ കളർ പേപ്പറും അതുപോലെ തന്നെ റൗണ്ടിലുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിങ്ക് മാറ്റി ഇതേപോലത്തെ ഒരു ലൈറ്റ് പിങ്ക് ആക്കി കേട്ടോ, ഡാർക്ക് പിങ്ക് മാറ്റി. എന്നിട്ട് നമ്മുടെ റൗണ്ട് ബോട്ടിൽ ഈ പേപ്പറും ഇതേപോലെ വെച്ചിട്ട് പെന്ന് കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒരു റൗണ്ട് വരച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് റൗണ്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ബോട്ടിലൊക്കെ വെച്ചിട്ടാകുമ്പോൾ വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തേണേ. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുകയാണ്. മടക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കാണാനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് സെൻറ്റർ പീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ സെൻറ്റർ പീസ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ സെൻറ്റർ പീസ് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ അത് നമ്മുടെ സർക്കിളിൻ്റെ എൻഡിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു സിസേഴ്സ് എടുത്തിട്ട് നമ്മൾ ആ വരച്ച ലൈനിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടേ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലർക്കും അതൊരു കൺഫ്യൂഷനായിട്ട് തോന്നി. അപ്പോൾ അതുപോലെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ വരച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇതേപോലെ സിസേഴ്സ് കൊണ്ട് ഈ റൗണ്ട് പീസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം നമുക്കിങ്ങനെ കേവ് പോലെ ഇതേപോലെ ഇങ്ങനെ കേവ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വരച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാതും ഏകദേശം ഒരേപോലെയുള്ള ഒരു കേവ് പോലെ നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളുടെ യു റിവേഴ്സ് ഇടില്ലേ, അതായത് എം പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഷേപ്പിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു കേവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിന് കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കേവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കേവ് വരച്ചിട്ട് അതിലൂടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ സിസേഴ്സ് എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു കേവ് ഷേപ്പ് മാത്രം ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ നിൽക്കുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങോട്ടാണ് വലിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നോക്കണം കേട്ടോ. ഉണ്ടാക്കുമ്പോൾ അത് പുറത്തോട്ട് നിൽക്കുന്ന വിധത്തിലാണ് നമ്മളതിങ്ങനെ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള എല്ലാ കേവ്സും ഓരോന്നായിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗ്ലൂ ഇടണ്ട, ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് എൻഡ് ഇതേപോലെ എത്തും കേട്ടോ. എത്തിക്കഴിയുമ്പോൾ റോൾ ചെയ്യാൻ പറ്റാണ്ട് താഴെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് ഭാഗം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ചുറ്റി എടുത്ത അതുണ്ടല്ലോ, അത് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ വിടുമ്പോൾ അത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. കണ്ടോ? അപ്പോൾ ഒരു ഫ്ലവറിന് എത്രത്തോളം വലുപ്പം വേണമെന്നനുസരിച്ച് നമ്മളിങ്ങനെ അതിനെ കൈ കൊണ്ടാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും, നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ഒരു എഫക്റ്റൊക്കെ കിട്ടും. നമുക്ക് ആ ഒരു കേവൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതില്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതില്ലാതെ ചെയ്തെടുത്തിട്ട് എങ്ങനെയായിരിക്കുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. കേവ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇല്ലാതെയോ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഒരു സ്റ്റെം ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ സ്റ്റെം ഉണ്ടാക്കിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതേപോലെ പേപ്പർ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റെം പോലെ ഉണ്ടാക്കിയത് ഇതിലോട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ചെയ്യുന്ന വീഡിയോ ഇതിന് തൊട്ട് മുന്നിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പതുക്കങ്ങ് കയറ്റി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്റ്റെമ്മിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിയ ഹോളായിരിക്കണം കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അതല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കയറ്റി കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കാണാമല്ലോ ഫ്ലവറിൻ്റെ അവിടെ നമ്മൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മൊത്തം ഒട്ടിക്കുന്നില്ലെന്ന്, അപ്പോൾ അതുപോലെ ഒട്ടിച്ചില്ല, കുറച്ച് ഭാഗം ഇങ്ങനെ വലിച്ച് വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു റെഡ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സിനോ ഫ്രണ്ട്ഷിപ്പ് ഡേക്കോ മദേഴ്സ് ഡേക്കോ ഒക്കെ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒറ്റ ഫ്ലവറായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആ റെഡ് ഫ്ലവർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്ന് തൊട്ട് മുന്നിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കേവ് ഷേപ്പ് കട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതൊരു ബൊക്കെ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ പേപ്പർ ഒട്ടിച്ചിട്ട് അതിലിങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ, ഒരു ഫോം ഡെക്കോർ പോലെ. അതേപോലെ ഇതാ നമ്മൾ ഇന്നലെ പറഞ്ഞ റെഡ് ഫ്ലവർ വോളിൽ ഇങ്ങനെ ഡെക്കോർ ചെയ്യാം. അപ്പോൾ അത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടായാലും ഇതേപോലെ ഡെക്കോർ ചെയ്യാം കണ്ടോ. അപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റെമ്മൊക്കെ ആയിട്ടായാലും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.